ഒരേ സമയം തന്നെ നിരവധി പേരുടെ മൃതദേഹങ്ങൾ കൺമുന്നിലൂടെ കടന്നുപോയതിൻ്റെ വേദന ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലെന്ന് മേപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജംഷീർ പള്ളിവയൽ പറയുന്നു. മുണ്ടക്കൈ ദുരന്തം ഒരിക്കലും മറവിയിലേക്ക് മായ്ക്കപ്പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ദുരന്തത്തിൻ്റെ പ്രവർത്തന ദിനങ്ങൾ ഓർത്തെടുക്കുകയാണ് ജംഷീർ. മേപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജഷീർ പള്ളിവയലുണ്ട്. ഇപ്പോൾ ജഷീറെ വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു നിമിഷമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ് സംസാരിക്കുന്നത് അല്ലേ? അതെ, നമ്മൾ കഴിഞ്ഞ ജൂലൈ 30 ശേഷമുള്ള വീക്കിൽ ആദ്യത്തെ ഒരു ഓർമ്മയാണ്. ആ ഓർമ്മകളിൽ ഒട്ടും ഒരു എന്താ പറയുക, തെല്ലലും പുറകോട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മളന്ന് പറഞ്ഞു വെച്ചിരുന്നു മറവിയുടെ പുസ്തകത്താളുകളിൽ നിന്ന് ഇത് മാഞ്ഞു പോകണമെന്നത്. പക്ഷേ ജീവനുള്ളിടത്തോളം കാലം പുസ്തകത്താളുകളിൽ നിന്ന്, മറവിയുടെ ജീവിതത്താളുകളിൽ നിന്ന് മായില്ല എന്നത് നമ്മൾ വീണ്ടും ഓർത്തെടുക്കുകയാണ്. ഞാനൊന്ന് നമ്മൾ 6:30 മണിക്ക് നമുക്ക് നിലമ്പൂരിൽ നിന്ന് നമ്മുടെ ഒരു സഹജീവിയുടെ ബോഡി കിട്ടി എന്നറിഞ്ഞപ്പോൾ നമ്മൾ അത്ഭുതകരമായ ആ വാർത്ത കേട്ടത്. പിന്നീടാണ് അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള മരണസംഖ്യയെക്കുറിച്ച് അറിയുന്നത്. ആ സമയത്താണ് നമ്മുടെ മേപ്പാടി ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നമുക്ക് ഈ പറയപ്പെടുന്ന സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക്, മാനന്തവാടിയിലേക്ക് ചുരം കഴിഞ്ഞ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകാം എന്ന് പറഞ്ഞ സമയത്താണ് നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്ത് ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. അവിടെ കേവലം ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നെങ്കിൽ പോലും അനുബന്ധമായിട്ട് നമുക്ക് അതിനെ ക്രമീകരിക്കാൻ സാധിച്ചു. പക്ഷേ ഇന്നും ഓർത്തെടുക്കുന്നത് കാല് നഷ്ടപ്പെട്ടവർ, കൈ നഷ്ടപ്പെട്ടവർ, പക്ഷേ വിരൽ മാത്രം ലഭ്യമായ ഏകദേശം 50ഓളം ആളുകളുടെ ഭൗതിക ശരീരം ഉണ്ട്. ഇന്നും 33ഓളം ആളുകൾ ഓർമ്മകളിൽ പോലും, തിരുശേഷിപ്പ് പോലും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നതൊക്കെ ഓർത്തെടുക്കുമ്പോൾ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഏറ്റവും കരയിച്ചത് ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അല്ലേ, അവരുടെ അവിടെ അനീഷിൻ്റെ 3 മക്കൾ ഇവിടെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അനീഷേട്ടൻ്റെയൊക്കെ വീട്ടിനകത്ത് അന്നും ഇപ്പോൾ ഈ കുറഞ്ഞ സമയങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അനീഷേട്ടൻ്റെ വീടിനകത്ത് പോയതാണ്. ഇന്നും പ്രിയപ്പെട്ട അനീഷേട്ടനും പ്രിയപ്പെട്ട സൈനിയും ഓർത്തെടുക്കുന്നത് അവർക്ക് ഇപ്പോഴും അവരെവിടെയോ ഉണ്ട് എന്നുള്ളതാണ്. അവർ ഇന്നും ഓരോ ഫോൺ കോളിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. കാരണം അച്ഛൻ പറയുന്ന ആ വാക്കുണ്ട്, മക്കൾക്കൊക്കെ അവരുടെ ഹീറോ എന്ന് പറയുന്നത് അവരുടെ രക്ഷകർത്താക്കളാണ്. ആ ഹീറോ ഞാൻ ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളായിരിക്കുമ്പോൾ എൻ്റെ മക്കളെ ഒന്ന് കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ആ ഹൃദയവികാരമൊക്കെയാണ് ഇനി നമ്മളെ നയിക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും. എന്തായാലും ഈ ഒരു ഓർമ്മകൾ തന്നെയാണ് നമ്മളുടെ ഈ കണ്ണ് നനയ്ക്കുന്നത്, നിറയ്ക്കുന്നത്. ഈ കാഴ്ചകൾ അധിക നേരം കണ്ടു നിൽക്കാൻ മനഃശക്തിയുള്ള ആർക്കും പറ്റില്ല. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ, കേരള വിഷൻ ന്യൂസ്.